Hello Makale, welcome to Sunny Sir Education channel, free and quality education to all. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 9ലെ ചാപ്റ്റർ 6 സിമിലർ ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ അതിന് നമുക്ക് എന്താണ് സിമിലർ ട്രയാങ്കിൾസ് എന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ സാർ ഒരു ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്. ആ ട്രയാങ്കിളിൻ്റെ ഒരു വശം ഇവിടെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് എത്രയാണ് 5 സെൻറ്റിമീറ്റർ ആണ്. കണ്ടോ, ഒരു 5 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ 5 സെൻറ്റിമീറ്റർ ഉള്ള ഇതേ വശം തന്നെയുള്ള മറ്റൊരു ട്രയാങ്കിൾ ഇവിടെയുണ്ട്. കണ്ടോ, ദിസ് ഈസ് യുവർ ഫസ്റ്റ് ട്രയാങ്കിൾ, ഇത് സെക്കൻഡ് ട്രയാങ്കിൾ. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളിലും ഒരേപോലത്തെ രണ്ട് വശങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതേപോലെ 6 സെൻറ്റിമീറ്റർ ഉള്ള മറ്റൊരു വശമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കണ്ടോ, ഈ രണ്ട് വശവും എന്താണ് സെയിം ആണ്. അതുപോലെ ഇതും എന്താണ് സെയിം ആണ്. ക്ലിയർ? യെസ്. ഇനി നമ്മൾ മൂന്നാമത്തെ വശം, ഈ ഒരു വശം നോക്കുകയാണെങ്കിൽ ഈ വശത്തിൽ 7 സെൻറ്റിമീറ്റർ, അതേ 7 സെൻറ്റിമീറ്റർ നമുക്ക് ഇവിടെയും കാണാനായിട്ട് സാധിക്കും. അതായത് ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും 3 സൈഡുകളും സെയിം ആണെന്ന് നമുക്ക് ഈ ഒരു പിക്ചറിൽ നിന്ന് മനസ്സിലാവും. ഇങ്ങനെ ഈ 3 സൈഡുകളും സെയിം ആയി കഴിഞ്ഞാൽ ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആണെന്ന്, ഈ രണ്ട് ട്രയാങ്കിളും എന്താണ് ഈക്വൽ ആണെന്ന് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ആ ഒരു പ്രിൻസിപ്പിൾ ഓർമ്മയുണ്ടോ? ഈ സൈഡും ഈക്വലായി, അതുപോലെ ഈ ഒരു സൈഡും ഈക്വലായി, അതുപോലെ ഈ ഒരു സൈഡും ഈക്വലായി. അതായത് ട്രിപ്പിൾ എസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, സൈഡ്. ഓക്കെ, അങ്ങനെ ഒരു ട്രയാങ്കിളിൻ്റെ 3 വശങ്ങൾ മറ്റൊരു ട്രയാങ്കിളിൻ്റെ 3 വശങ്ങൾക്ക് ഈക്വൽ ആയാൽ രണ്ട് ട്രയാങ്കിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതാണ് നിങ്ങൾക്ക് നിലവിൽ അറിയാവുന്ന ഒരു കാര്യം. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ ട്രയാങ്കിൾ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇഫ് ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾസ് ആർ ഈക്വൽ to the sides of the another triangle, then their angles are also equal. അപ്പോൾ രണ്ടാമത്തെ പ്രത്യേകത, അതായത് സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ ആംഗിൾസ് കോണുകളും ഈക്വൽ ആയിരിക്കും. ക്ലിയർ? യെസ്. നമുക്കൊന്ന് നോക്കാതെ എങ്ങനെയാണുള്ളത്. അപ്പോൾ ഇവിടെ 60 ഡിഗ്രി ആണുള്ളത്, 60 ഡിഗ്രി ആണുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതേ 60 ഡിഗ്രി ഈ ഒരു ട്രയാങ്കിളിൽ എവിടെയാണ് വരിക അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ 60 ഡിഗ്രിയുടെ നേരെ കിടക്കുന്ന വശം നോക്കണം. അത് എത്രയാണ്? 7 സെൻറ്റിമീറ്റർ. ക്ലിയർ? അപ്പോൾ 7 സെൻറ്റിമീറ്റർ നേരെയാണ് ആര് കിടക്കുന്നത്? 60 ഡിഗ്രി കിടക്കുന്നത്. കണ്ടോ, ഓപ്പോസിറ്റ് ആണ്. അതേപോലെ ഇവിടെ 7 സെൻറ്റിമീറ്റർ ഉണ്ട്, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ആര് വരിക? 60 ഡിഗ്രി വരിക. ക്ലിയർ? യെസ്. അപ്പോൾ നോക്കാം നമുക്ക്. കണ്ടോ, ഇവിടെ 60 ഡിഗ്രി ഇവിടെയാണെങ്കിൽ ഇവിടെയുള്ള ഈ 7 സെൻറ്റിമീറ്റർ നേരെ ആയിരിക്കും 60 ഡിഗ്രി വരിക. അതുപോലെ അടുത്ത ആംഗിൾ എടുക്കുക. ഇവിടെ 80 ഡിഗ്രിയാണ്. ഈ 80 ഡിഗ്രി വരുന്നത് 5 സെൻറ്റിമീറ്റർ നേരെയാണ്. കണ്ടോ, അപ്പോൾ അതുപോലെ ഇവിടെ ഈ 5 സെൻറ്റിമീറ്റർ ഉണ്ട്, ആ 5 സെൻറ്റിമീറ്റർ നേരെയാണ് എന്ത് വരിക? 80 ഡിഗ്രി വരെ. ക്ലിയർ? ഇനി മറ്റൊരു ആംഗിൾ ഇവിടെ ഉള്ളത് 40 ഡിഗ്രിയാണ്. ഈ 40 ഡിഗ്രി വരുന്നത് 6 സെൻറ്റിമീറ്റർ നേരെയാണ്. കണ്ടോ, അപ്പോൾ അതുപോലെ നമ്മളിവിടെ 6 സെൻറ്റിമീറ്റർ ഇവിടെ ഉണ്ട്. കണ്ടോ, ഈ 6 സെൻറ്റിമീറ്റർ നേരെയാണ് ആര് വരിക? 40 ഡിഗ്രി വരിക. ഓക്കെ, ക്ലിയർ? അങ്ങനെ ഇതിൻ്റെ ആംഗിൾസും ഈക്വൽ ആണ്, സൈഡുകളും ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾ നമ്മൾ എന്ത് വിളിക്കും? ഈക്വൽ ട്രയാങ്കിൾസ്. ക്ലിയർ? ഓക്കെ. പക്ഷെ അതല്ല നമ്മുടെ ചാപ്റ്റർ സിമിലർ ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡുകളെല്ലാം തുല്യമായിരിക്കും, കോണുകളെല്ലാം തുല്യമായിരിക്കും. ക്ലിയർ? നമുക്ക് മക്കളെ സിമിലർ ട്രയാങ്കിൾസ് എന്താണെന്ന് നോക്കാം. സാർ ഇവിടെ ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്, കണ്ടല്ലോ. ഇതേ ഷേപ്പിലുള്ള മറ്റു ട്രയാങ്കിൾസിനെയാണ് നമ്മൾ സിമിലർ ട്രയാങ്കിൾസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതേ ഷേപ്പിലുള്ള ഇതിനേക്കാളും ചെറുതായിട്ടുള്ള ഒരു ട്രയാങ്കിൾ സാർ ഇതിൻ്റെ മീതെ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കുകയാണ്. അവർ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വെച്ച ട്രയാങ്കിളിൻ്റെ അതേ ആംഗിൾ തന്നെയാണ് ഈ വെച്ചിരിക്കുന്ന ട്രയാങ്കിൾസിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത്. നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ വലിയ ട്രയാങ്കിളിൻ്റെ ആ ഒരു മൂലയും ചെറിയൊരു ട്രയാങ്കിളിൻ്റെ ഒരു മൂലയും സെയിം ആണ്. കണ്ടോ, അപ്പോൾ ഈ ആംഗിൾ ഈ രണ്ട് ട്രയാങ്കിൾസിലും സെയിം ആണ്. അതായത് ഈ ഒരു ട്രയാങ്കിൾ സാർ ഇവിടെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള അതേ ആംഗിൾ തന്നെയായിരിക്കും ഈ വലിയ ട്രയാങ്കിളിലെ ഇവിടെ ഉള്ളത്. ക്ലിയർ? യെസ്. അപ്പോൾ നമുക്ക് ആ ട്രയാങ്കിൾ ഒന്ന് മാറ്റി ഇവിടെ വരയ്ക്കാം, 60 ഡിഗ്രി. ഇതേപോലെ ഈ ഒരു വലിയ ട്രയാങ്കിളിൻ്റെ ഈ മൂലയ്ക്കും അല്ല താഴെയുള്ള ഈ രണ്ടാമത്തെ മൂലയ്ക്കും ഈ രണ്ട് മൂലയിലായിട്ട് ഇവിടെയും നിങ്ങൾ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ആംഗിൾസ് സെയിം ആയിട്ട് കാണാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കാം. അതായത് ഈ ഒരു ട്രയാങ്കിൾ കൊണ്ടുവന്നിട്ട് സാർ മുകളിൽ വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവിടെ 80 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 80 ഡിഗ്രി തന്നെയായിരിക്കും. അതുപോലെ ഈ ഒരു ട്രയാങ്കിൾ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇവിടെ വെക്കുകയാണ്, ഈ ഒരു മൂലയിൽ വെക്കുകയാണ്. അപ്പോൾ ഇവിടെ 40 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും എന്തായിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ എല്ലാ ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ എല്ലാ സൈഡുകളും ഈക്വൽ ആവുമോ? അതാണ് നമ്മുടെ ഒരു ചോദ്യം, അല്ലേ? എല്ലാ സൈഡുകളും ഈക്വൽ ആകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്, സൈഡുകളും ഈക്വൽ ആണെങ്കിൽ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആണ്. പക്ഷേ ആംഗിൾസ് ഈക്വൽ ആണ്, സൈഡുകൾ ഈക്വൽ അല്ല എങ്കിൽ നമ്മൾ അവരെന്ത് വിളിക്കും? സിമിലർ ട്രയാങ്കിൾ എന്ന് വിളിക്കും. ഓക്കെ,
So even if angles of two triangles are all equal, the side may not be equal. എല്ലാ കോണുകളും തുല്യമാണെങ്കിൽ പോലും എല്ലാ വശങ്ങളും തുല്യമാകണമെന്നില്ല. ക്ലിയർ? അത്തരം ട്രയാങ്കിൾ നമ്മൾ വിളിക്കുന്ന പേരാണത് സിമിലാർ ട്രയാങ്കിൾ. ഓക്കെ, ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ട്രയാങ്കിൾ തന്നിട്ട് അത് സിമിലാർ ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് എന്താ? അവരുടെ എല്ലാ ആംഗിൾസും സെയിം ആണോ? സെയിം ആണ്. സൈഡുകൾ സെയിം ആകണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ നമ്മൾ ഉറപ്പിക്കും ഇത് സിമിലാർ ആണോ അല്ലേ എന്നുള്ളത്? അത് നമുക്ക് വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ ആംഗിൾസ് സെയിം ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റുള്ള വശങ്ങൾ പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സപ്പോസ് നമ്മളിവിടെ ഈ 80 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 10 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഇവിടെ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 8 സെൻറ്റിമീറ്ററും 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 4 സെൻറ്റിമീറ്റർ. ഇതാണ് ഈ ഒരു വലിയ ട്രയാങ്കിളിൻ്റെ അളവുകൾ എന്ന് പറയുന്നത്. ഇതേപോലെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ 80ൻ്റെ നേരെ 5 സെൻറ്റിമീറ്ററും 60ൻ്റെ നേരെ 4 സെൻറ്റിമീറ്ററും 40ൻ്റെ നേരെ 2 സെൻറ്റിമീറ്ററുമാണ്. ക്ലിയർ? യെസ്. അപ്പോൾ സാറ് ഈ ട്രയാങ്കിളിന് പേരിടാൻ പോവുകയാണ്. ഇത് ട്രയാങ്കിൾ എ, ദിസ് ഈസ് ട്രയാങ്കിൾ ബി. ക്ലിയർ? ഇപ്പോൾ ട്രയാങ്കിൾ എയിൽ 40 ഡിഗ്രിയുള്ള ഒരു കോൺ എടുത്തു. അതേപോലെ ട്രയാങ്കിൾ ബിയിലും 40 ഡിഗ്രിയുള്ളൊരു ആംഗിൾ ഉണ്ട്. ഇപ്പോൾ സാർ ഇവിടെ 40 ഡിഗ്രി എഴുതി. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ട്രയാങ്കിൾ എയിൽ 40ന് നേരെ കിടക്കുന്നത് എത്രയാണ്? ശ്രദ്ധിച്ചോ, ഈ 40ന് നേരെ കിടക്കുന്നത് എത്രയാണ് വശം? 4. ഇതേപോലെ ട്രയാങ്കിൾ ബിയിൽ 40ന് നേരെ ഏതാ കിടക്കുന്നത്? 2. ഇത് രണ്ട് നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് ത്രികോണത്തിലെയും ഒരേ ആംഗിൾ ഏതാണെന്ന് കണ്ടുപിടിക്കണം. അത് 40 ഡിഗ്രിയാണ്. ഇനി ശ്രദ്ധിക്കേണ്ടത് ഇതിന് നേരെയുള്ള വശങ്ങൾ എത്രയാണെന്ന് നോക്കണം. ക്ലിയർ? എന്നിട്ട് നമ്മളിവിടെ താഴെ അത് എഴുതാനായിട്ട് പോവുകയാണ്. എയുടെ നേരെ കിടക്കുന്നത് 4 സെൻറ്റിമീറ്റർ. അതുപോലെ ബിയുടെ നേരെ കിടക്കുന്നത്, ബിയിൽ 40ന് നേരെ കിടക്കുന്നത് എത്രയാണ്? 2 സെൻറ്റിമീറ്റർ. ക്ലിയർ ആണോ? ഒന്നുകൂടി സാർ പറയാം. ഇവിടെ 40 ഡിഗ്രി, ഇവിടെ 40 ഡിഗ്രി, അത് സാർ എഴുതി. ഇതിൽ 40 ഡിഗ്രിക്ക് നേരെയുള്ള 4 അത് എയുടെ നേരെ എഴുതി. ഇവിടെ 40 ഡിഗ്രിക്ക് നേരെയുള്ളത് 2 അത് ബിയുടെ നേരെ എഴുതി. ക്ലിയർ? യെസ്. ഇനി 60 എടുക്കാം. 60, ഇവിടെ 60, ഇവിടെ 60ന് നേരെ വരുന്നത് എത്രയാണ്? 8 അതിവിടെ എഴുതി. ഇവിടെ 60ന് നേരെ വരുന്നത് 4 അതിവിടെ താഴെ എഴുതി. ക്ലിയർ? ഇനി ഒരു ആംഗിൾ കൂടി ഉണ്ട്, അത് 80 ആണ്. അപ്പോൾ 80 ഡിഗ്രി, 80 ഡിഗ്രി ഇവിടെ രണ്ട് സ്ഥലത്തുണ്ട്. ഇവിടെ 80 ഡിഗ്രിക്ക് നേരെയുള്ളത് 10 സെൻറ്റിമീറ്റർ അത് എഴുതി. ഇവിടെ 80 ഡിഗ്രിക്ക് നേരെയുള്ളത് 5 സെൻറ്റിമീറ്റർ അതും എഴുതി. ക്ലിയർ? യെസ്. ഇനി ചെയ്യേണ്ടത് എന്താ? ഇനി ആ എയിനെ ബി കൊണ്ട് ഹരിക്കാം. ഈ 4നെ 2 കൊണ്ട്, അതുപോലെ 8നെ 4 കൊണ്ട്, 10നെ 5 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഹരിക്കാം. ക്ലിയർ? അപ്പോൾ നമ്മൾ കാണുന്ന പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഡിവൈഡ് ബൈ 2 നമുക്ക് എന്ത് കിട്ടും? 2. ക്ലിയർ? അതുപോലെ 8 ഡിവൈഡ് ബൈ 4 നമുക്ക് എന്ത് കിട്ടും? 2. ക്ലിയർ? അതുപോലെ 10 ഡിവൈഡ് ബൈ 5 10/5 അതും 2. അതായത് ഇതിനെ ഇത് വെച്ച് ഹരിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന സംഖ്യ എന്താ? സെയിം ആണ്. ക്ലിയർ ആണോ? യെസ്. അതിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, നമുക്ക് പിന്നീട് പറയാം. ഈ കിട്ടുന്ന സംഖ്യ എന്താണ്? സെയിം ആണ്. ക്ലിയർ? യെസ്. 2 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, 4 ഡിവൈഡ് ബൈ 2 2. Similarly 8 divided by 4 again 2. Similarly 10 divided by 5 again 2. അപ്പോൾ ഒരേ സംഖ്യ തന്നെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ഉറപ്പിക്കാം? ഇത് സിമിലാർ ട്രയാങ്കിൾ ആണെന്ന് ഉറപ്പിക്കാം. അപ്പോൾ ചിലപ്പോൾ ചില കുട്ടികൾക്ക് സംശയം തോന്നും, സാറേ എ തന്നെ ആദ്യം എഴുതണം? വേണ്ട, നിർബന്ധമില്ല. ബി മുകളിൽ എഴുതിയിട്ട് എ താഴെ എഴുതിയാൽ മതി. അപ്പോൾ 2 കിട്ടില്ല, 1/2 ആയിരിക്കും കിട്ടുക. ഓക്കെ, അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ക്ലിയർ? യെസ്. അപ്പോൾ ഇവിടെ നമുക്കൊരു തിയറി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സാറ് പറഞ്ഞ കേസ് ഉപയോഗിച്ചാണെങ്കിൽ ലോങ്ങർ ലെങ്ത് ആർ ഓൾ സെയിം ടൈംസ് ദ ഷോർട്ടർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പം ഇവിടെ ലോങ്ങർ ലെങ്ത്, ഇപ്പോൾ 4 എന്ന് പറയുന്നത് ഈ താഴെയുള്ള ഷോർട്ടർ ലെങ്ത്തിനെ 2 കൊണ്ട് ഗുണിച്ചതാണ്. അതുപോലെ 8 എന്ന് പറയുന്നത് ഈ ചെറിയ വശത്തിനെ 2 കൊണ്ട് ഗുണിച്ചതാണ്. അതുപോലെ 10 എന്ന് പറയുന്നത് ഈ ഷോർട്ടർ ലെങ്ത്തിനെ 2 കൊണ്ട് ഗുണിച്ചത്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ലോങ്ങർ ലെങ്ത്, നീളം കൂടിയ വശം എന്ന് പറയുന്നത് സെയിം ടൈം എന്ന് പറഞ്ഞാൽ ഇൻറ്റു ചെയ്യണം. സെയിം ടൈംസ് ദ ഷോർട്ടർ. ചെറിയ വശത്തിനെ ഒരേ ഒരു സംഖ്യ കൊണ്ട്, ഒരേ സെയിം സംഖ്യ കൊണ്ട് ഗുണിച്ചതായിരിക്കും എന്ത്? വലിയ വശങ്ങൾ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി തിരിച്ചും പറഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ, ദ ഷോർട്ടർ ലെങ്ത്സ് ആർ ഓൾ ദ സെയിം പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം. ഉദാഹരണം പറഞ്ഞാൽ 2നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം.
ഓക്കെ. അപ്പോൾ 2നെ 4 കൊണ്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യും? 2/4, അതായത് തിരിച്ച് ചെയ്യണം. അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും നോക്കാം. 2/4 എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ 2 അവിടെ എഴുതുക. 4ന് നമുക്ക് 2 × 2 നോക്കാം. ഓക്കെ. മുകളിലെ 2നെ 2 × 1 എന്നു. അപ്പോൾ ഈ 2 2 വെട്ടിപ്പോയി. ഓക്കെ, എന്ത് കിട്ടി? ഹാഫ്. അതായത് 2നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഹാഫ് കിട്ടും. അതുപോലെ 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 8/4, സോറി 8നെ അല്ല 4നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4/8. അപ്പോൾ ഇതെങ്ങനെ എഴുതും? 4 × 1/4 × 2. ക്ലിയർ? സോ 4 get cancel. 1/2. യെസ്. അടുത്തത് 5നെ 10 വെച്ച് ഡിവൈഡ് ചെയ്യാം. 5/10 = 5 × 1/5 × 2. ഓക്കെ, 5 get cancel. ഫൈനൽ ആൻസർ 1/2. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചത് എന്താ? സെയിം എന്താണ്? പാർട്ട്. കണ്ടോ? സെയിം പാർട്ട്. ക്ലിയർ? അപ്പോൾ ഈ വലിയ ലെങ്തിനെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഹരിക്കുന്നതാണ് ചെറിയ ലെങ്ത്. കണ്ടോ? വലിയ ലെങ്തിനെ 2 കൊണ്ട് ഹരിക്കുന്നതാണ് ചെറിയ ലെങ്ത്. വലിയ ലെങ്തിനെ 2 കൊണ്ട് ഹരിക്കുന്നതാണ് ചെറിയ ലെങ്ത്. ഹരിക്കുക എന്നുള്ളതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പാർട്ട്. അതായത് തിരിച്ചും മറിച്ചും പറയാം. ചെറുതിനെ 2 കൊണ്ട് ഗുണിച്ചതാണ് വലുത്, വലുതിനെ 2 കൊണ്ട് ഹരിച്ചതാണ് ചെറുത്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, വേറെ ഒന്നുമില്ല. ഓക്കെ, യെസ്. അപ്പോൾ ഈ ഒരു സെയിം പാർട്ട് സെയിം ടൈംസ്, ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. സെയിം ടൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണിക്കുക, സെയിം പാർട്ട് എന്ന് പറഞ്ഞാൽ ഹരിക്കുക. അപ്പോൾ ഒരെണ്ണം അങ്ങോട്ട് ഗുണിക്കുമ്പോൾ 2 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ തിരിച്ച് ചെയ്യുമ്പോൾ എന്തായിരിക്കും? 2 കൊണ്ട് ഹരിക്കുകയായിരിക്കും. ക്ലിയർ? യെസ്. സോ ഇൻ ട്രയാങ്കിൾസ് വിത്ത് ദ സെയിം ആംഗിൾസ് ദ സൈഡ്സ് ഇൻ ദ ഓർഡർ ഓഫ് ലെങ്ത് ആർ ഇൻ ദ സെയിം റേഷ്യോ. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇവിടെ നോക്കി 4, 8, 10 ചെറുതീന്ന് വലുതിലേക്കാണ് സാർ എഴുതിയിരിക്കുന്നത്. അതുപോലെ 2, 4, 5 ഇവിടെയും ചെറുതീന്ന് വലുതിലേക്കാണ്. ആംഗിൾസ് നോക്കിയേ 40, 60, 80 അതും ചെറുതീന്ന് വലുതിലേക്കാണ്. അതായത് നമ്മൾ ചെറുതീന്ന് വലുതിലേക്ക് എഴുതും തോറും റേഷ്യോ സെയിം ആയിരിക്കും. അതുപോലെ വലുതിന് ചെറുതിലേക്ക് എഴുതിയാലും റേഷ്യോ സെയിം ആണ്. അത് ഈ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറഞ്ഞു എന്നുള്ളൂ, വേറെ അതിനകത്ത് വലിയ കഥയൊന്നുമില്ല. ചെറുതീന്ന് വലുതിലേക്ക് നിങ്ങൾ എഴുതുക, അല്ല ഓർഡർ തെറ്റിച്ച് എഴുതരുത്. മനസ്സിലായോ? എഴുതുമ്പോൾ ഒരു ഭംഗിക്ക് എഴുതുക ചെറുതീന്ന് വലുതിലേക്ക്. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു സംഖ്യയെ താഴെയുള്ള സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സെയിം നമ്പർ തന്നെയാണ് കിട്ടുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇത് സിമിലർ ട്രയാങ്കിൾ ആണെന്ന് പറയും. ഓക്കെ, സിമിലർ ട്രയാങ്കിളിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണത് സൈഡ് എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ഇവിടെ 2 സെന്റിമീറ്റർ ആണെങ്കിൽ നമ്മൾ ആ സെയിം എന്താണ് ടൈംസ് 2 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പുറത്ത് എന്തായിരിക്കും? 4 ആയിരിക്കും. കണ്ടോ? യെസ്. അതുപോലെ ഇവിടെ 4 സെന്റിമീറ്റർ ആണ്, അതിനെ നമ്മൾ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെ എന്താവും? 8 സെന്റിമീറ്റർ. കണ്ടോ? അതുപോലെ ഇവിടെ 5 സെന്റിമീറ്റർ ആണ്, അതിനെ നമ്മൾ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ എന്ത് കിട്ടി? 10 സെന്റിമീറ്റർ കിട്ടി. അപ്പോൾ ഈ രണ്ടിനെയൊക്കെ നമ്മൾ എന്താ പറയാ? ഞാൻ നേരത്തെ പറയാമെന്ന് സാറേ അല്ലേ? ഈ രണ്ടിനൊരു പേരുണ്ട്, അതിൻ്റെ പേരാണ് എന്ത്? സ്കെയിൽ ഫാക്ടർ. ക്ലിയർ? അപ്പോൾ ഇനി അടുത്ത ഒരു സ്ലൈഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ സ്കെയിൽ ഫാക്ടർ ഉപയോഗിച്ചിട്ട് നമുക്കൊരു ട്രയാങ്കിൾ തരും, നമ്മൾ അതേപോലത്തെ ആ സ്കെയിൽ ഫാക്ടർ വെച്ചിട്ട് നമ്മൾ വേറൊരു ട്രയാങ്കിൾ വരയ്ക്കണം, കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു പ്രോബ്ലം നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ എന്താണ് സ്കെയിൽ ഫാക്ടർ എന്ന് പറയുന്നത്? അതായത് നമ്മൾ ഈ ചെറിയ ഷോർട്ടർ ലെങ്ത് കണ്ടോ, അതിനെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് ഇവിടെയുള്ള ഈ വലിയ ത്രികോണത്തിന്റെ ഒരു വശം കിട്ടുന്നത്. ആ സംഖ്യനെ വിളിക്കുന്ന പേരാണ് സ്കെയിൽ ഫാക്ടർ. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഇവിടുത്തെ സ്കെയിൽ ഫാക്ടർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താണോ സ്കെയിൽ ഫാക്ടർ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. In triangle with the same angles, the sides opposite equal angles are scaled by the same factor. Okay? അപ്പോൾ സ്കെയിൽ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? നമ്മളിപ്പോൾ കണ്ടല്ലോ, ഈ 2 അല്ലെങ്കിൽ ഹാഫ്, ഇതിനെ സ്കെയിൽ ഫാക്ടർ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഒരു തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ട്രയാങ്കിൾസ് വിത്ത് ദ സെയിം ആംഗിൾസ്, ഒരേ ആംഗിൾസ് ഉള്ള ട്രയാങ്കിൾ ആണെങ്കിൽ ദ സൈഡ്സ് ഓപ്പോസിറ്റ് ഈക്വൽ ആംഗിൾസ് ആർ, അതായത് ഈ വശത്തിന് ഓപ്പോസിറ്റ് ഉള്ള ഈക്വൽ ആംഗിൾസ് ഒക്കെ എന്തായിരിക്കും? ആ സ്കെയിൽഡ് ബൈ ദ സെയിം ഫാക്ടർ. അപ്പോൾ നമ്മൾ പഠിച്ച തിയറി ഉപയോഗിച്ച് നമുക്കിപ്പോൾ ഒരു പ്രോബ്ലം ചെയ്യാം. വളരെ ഈസിയാണ്, ഡ്രോയിങ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു ട്രയാങ്കിളുടെ സാർ തന്നിരിക്കുന്നുണ്ടോ? 40 ഡിഗ്രി, 60 ഡിഗ്രി, ഒരു വശം 5 സെന്റിമീറ്റർ ആണ്. സ്കെയിൽ ഫാക്ടർ തന്നിരിക്കുന്നത് 2 ആണ്. അപ്പോൾ സ്കെയിൽ ഫാക്ടർ മനസ്സിലായി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം മക്കളെ, നമ്മൾ തന്നിരിക്കുന്ന ഒരു വശം ഉണ്ടല്ലോ, അതിനെ സ്കെയിൽ ഫാക്ടർ കൊണ്ട് ഗുണിക്കാം. 5 × 2 ദാറ്റ് ഈസ് 10 സെന്റിമീറ്റർ. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് 10 സെന്റിമീറ്ററിൽ ഇങ്ങനെ ഒരു വര വരയ്ക്കാം. ഇനി ഈ 40 ഡിഗ്രി നമുക്ക് ഇവിടെ വരണം. ഓക്കെ, അതുപോലെ 60 ഡിഗ്രി ഇവിടെയും വരണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ക്ലിയർ? അപ്പോൾ ഒരു പ്രൊട്രാക്ടർ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുക, 40 ഡിഗ്രിയുടെ ഒരു കുത്തിടുക, ദെൻ ഇങ്ങനെ ജോയിൻ ചെയ്യുക. ഓക്കെ, അതുപോലെ പ്രൊട്രാക്ടർ ഇവിടെ കൊണ്ടുവന്ന് വെക്കുക, 60 ഡിഗ്രിയുടെ ഒരു കുത്തിടുക, ഇതിങ്ങനെ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ റിക്വേർഡ് ട്രയാങ്കിൾ. അത്രേ ഉള്ളൂ, വളരെ ഈസിയാണ്. അപ്പോൾ ആദ്യം ഒരു വര വരയ്ക്കുന്നു. എത്ര സെന്റിമീറ്റർ ആണത്? 10 സെന്റിമീറ്റർ. എന്തുകൊണ്ടാണ് 10 വന്നത്?
ഈ 5നെ സ്കെയിൽ ഫാക്ടർ കൊണ്ട് ഗുണിച്ചു. ക്ലിയർ ആണല്ലോ? യെസ്. ദെൻ പ്രൊട്രാക്ടറോട് കൊണ്ടൊന്ന് വെക്കുക. കറക്റ്റായിട്ട് പ്രൊട്രാക്ടർ പലർക്കും അളക്കാൻ അറിയില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ ഈ വരയിലെ 0 എവിടെയാണോ അവിടെ നിന്ന് ഇങ്ങനെ എണ്ണണം. അപ്പോൾ എണ്ണി കഴിയുമ്പോൾ 40 വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ കുത്തുക. ഓക്കെ, ദെൻ അത് ജോയിൻ ചെയ്യും. ക്ലിയർ? ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, 40 എഴുതുക, 40 വരയ്ക്കുക, 40 കുത്തിട വരയ്ക്കുക. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് കൊണ്ടുവന്നിട്ട് 60 ഇങ്ങനെ ഒരു കുത്തിട വരയ്ക്കുക. ദിസ് ഈസ് ദ റിക്വയർഡ് ട്രയാങ്കിൾ. ക്ലിയർ ആണോ? യെസ്. ഓക്കെ, ഇനി ഇതേപോലെ നമ്മളിപ്പോൾ പഠിച്ച തിയറീസ് ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് എടുത്ത് വായിച്ചു നോക്കുക. സാർ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ 3 തിയറീസ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ? ഈ തിയറീസൊക്കെ നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക ടെക്സ്റ്റിൽ. ഓക്കെ, നമ്മളിത് വെച്ചിട്ടുള്ള അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ ചെറുതിന്ന് വലുതിലേക്ക് വരച്ച പോലെ വലുതിന്ന് ചെറുതിലേക്ക്, അതായത് ഭാഗം, പാർട്ട്, അതെന്താ നോക്കാം. ഇവിടെ ഒരു ത്രികോണം കൊടുത്തിട്ടുണ്ട്. ഈ ത്രികോണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ ത്രികോണമാണ്. 2 ആംഗിൾസ് തന്നിട്ടുണ്ട്, ഒരു വശം തന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇതേപോലെ തന്നെ ഇരിക്കുന്ന ഇതേപോലെ ഷേപ്പിലുള്ള ഇതേ ആംഗിളുള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. പക്ഷേ അതിൻ്റെ ഈ ഒരു വശം എന്ന് പറയുന്നത് ഇതിൻ്റെ വശത്തിൻ്റെ എത്ര ഭാഗമായിരിക്കണം? 3/4 ആയിരിക്കണം. അതും വളരെ ഈസിയാണ്. നമുക്ക് വെറുതെ 6 എഴുതുക ഇൻറ്റു 3/4 എഴുതുക. ഓക്കെ, 6നെ 2 കൊണ്ട് വിട്ടാൽ അപ്പം 3 കിട്ടും. 4നെ 2 കൊണ്ട് കിട്ടുമ്പോൾ 2 കിട്ടും. 3 × 3 9. 9നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 4.5. ഇങ്ങനെ ചെയ്യാം. ഒരു ഓപ്ഷൻ അത്. അല്ലെങ്കിൽ 6 × 3/2 ചെയ്യുന്ന സമയത്ത് 6 × 3 ആദ്യം ചെയ്യാം. ഇപ്പോൾ 3 കിട്ടും 18. ഓക്കെ, 3 18 ബൈ എന്താണ്? സോറി, 3/4 ആണ്. 18/4 ചെയ്യുക. 18നെ 4 കൊണ്ട് ഹരിക്കുക. എത്രയാണ് വരാം? 4 16. ശിഷ്ടം 2, 2 4 പോകില്ല. അപ്പോൾ ഒരു കുത്തിട്ട 0. 20 5 പ്രാവശ്യം. ഓക്കെ, എനിവേ 6നെ നിങ്ങൾ 3/4 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? 4.5. അപ്പോൾ നിങ്ങൾ വരയ്ക്കേണ്ടത് എന്താണ്? 4.5 സെൻറ്റിമീറ്റർ ഉള്ള വരയാണ്. ക്ലിയർ ആണോ? യെസ്. അപ്പോൾ നമുക്ക് 6 സെൻറ്റിമീറ്റർ 50 ഡിഗ്രി 70 ഡിഗ്രി 6 സെൻറ്റിമീറ്ററിനെ നമ്മൾ 3/4 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ 4.5 സെൻറ്റിമീറ്റർ. ക്ലിയർ? യെസ്. അപ്പോൾ നമുക്ക് വരയ്ക്കാം. സ്കെയിൽ ഫാക്ടർ എത്രയാണ്? 3/4. സാറിന് വര വരച്ചു. എത്രയാണോ വരയ്ക്കേണ്ടത്? 4.5 സെൻറ്റിമീറ്റർ. ദെൻ പ്രൊട്രാക്ട് എടുക്കണമെന്ന് വെച്ചാൽ നേരത്തെ വരച്ച പോലെ 50 ഡിഗ്രി ഒരു കുത്തിട്ടു ഒരു ലൈൻ വരച്ചു. അതുപോലെ പ്രൊട്രാക്ട് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുക. 70 ഡിഗ്രി കുത്തിടുക, വരയ്ക്കുക. ദാറ്റ്സ് ഓൾ. ക്ലിയർ? യെസ്. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിലെ 1ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഇതേപോലെ തന്നെ ഒരു ട്രയാങ്കിൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ ത്രികോണത്തിലെ ഒരു വശം നമുക്ക് 8 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, കണ്ടോ? വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 8 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു ട്രയാങ്കിൾ ഇവിടെ ഉണ്ട്. അതിൻ്റെ ഒരു സൈഡ് 8 സെൻറ്റിമീറ്റർ. ഓക്കെ, 8 സെൻറ്റിമീറ്റർ. ആൻഡ് 2 ആംഗിൾസ് ഓൺ ഇറ്റ് ആർ 60 ഡിഗ്രി ആൻഡ് 70 ഡിഗ്രി. അപ്പോൾ ഇവിടെ 60 ഡിഗ്രി, ഇവിടെ എന്താണ്? 70 ഡിഗ്രി. ഓക്കെ, ദെൻ ഡ്രോ ദ ട്രയാങ്കിൾ വിത്ത് ദ ലെങ്ത് ഓഫ് സൈഡ് 1.5 ടൈംസ്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. 1.5 എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി 3/2 ആണ്. ക്ലിയർ? അപ്പോൾ എങ്ങനെയാണ് സാർ ഇത് 3/2 വരുന്നത്? അത് വളരെ ഈസിയാണ്. ഈ 1ഉം ഈ 2ഉം ആദ്യം ഗുണിക്കാം. 1 × 2 പ്ലസ് ഈ മുകളിലത്തെ സംഖ്യ കൂട്ടാം. 1 ഡിവൈഡ് ബൈ താഴത്തെ സംഖ്യ അങ്ങനെ തന്നെ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 + 1/2 ഈക്വൽ ടു 3/2. അപ്പോൾ നമ്മുടെ സ്കെയിൽ ഫാക്ടർ എന്ന് പറയുന്നത് 3/2 ആണ്. അപ്പോൾ 8 സെൻറ്റിമീറ്ററിനെ നിങ്ങൾ എന്തുകൊണ്ട് ഗുണിക്കണം? 3/2 കൊണ്ട് ഗുണിക്കണം. എന്നാലാണ് നമുക്ക് വരയ്ക്കേണ്ട അളവ് കിട്ടുള്ളൂ. അപ്പോൾ 8 × 3/2. സോ 2 8 കിട്ടുമ്പോൾ ഇവിടെ 4 കിട്ടും. 4 × 3 12. അപ്പോൾ 12 സെൻറ്റിമീറ്റർ ആണ് നിങ്ങൾ വരയ്ക്കേണ്ട ആ വരയുടെ നീളം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പോൾ എത്രയാണ്? 12 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് വരയ്ക്കാം. നമ്മുടെ ട്രയാങ്കിൾ ഇവിടെ തന്നിട്ടുണ്ട്. 8 സെൻറ്റിമീറ്റർ, സ്കെയിൽ ഫാക്ടർ 3/2 ആണ്. അപ്പോൾ നമ്മൾ എന്ത് 12 സെൻറ്റിമീറ്റർ താഴെ ഇങ്ങനെ വരയ്ക്കുക. നേരെ ഇവിടെ പ്രൊട്രാക്ടർ കൊണ്ടുവന്ന് വെക്കുക. 60 ഡിഗ്രി അടയാളപ്പെടുത്തുക. അതുപോലെ ഇവിടെ കൊണ്ടുവന്ന് പ്രൊട്രാക്ടർ വെക്കുക. 70 ഡിഗ്രി അടയാളപ്പെടുത്തുക. ജോയിൻ ചെയ്യുക. ഓക്കെ, ഇതാണ് റിക്വയർഡ് ട്രയാങ്കിൾ. വളരെ ഈസി അല്ലേ? ഈസിയാണ്. ഇനി നമുക്ക് മറ്റൊരു പ്രോബ്ലം നോക്കാം. ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെയുള്ള ഒരു പ്രോബ്ലമാണ്. നമുക്ക് 2 ട്രയാങ്കിൾ തരും. അതിൻ്റെ ആംഗിൾസ് ഒക്കെ ഈക്വൽ ആണെന്നൊക്കെ പറയും. അപ്പോൾ 2 വശങ്ങൾ മിസ്സിംഗ് ആയിരിക്കും. അപ്പോൾ ആ മിസ്സിംഗ് ആയ വശം നമുക്ക് കണ്ടുപിടിക്കണം. ഹൗ ഡു വി കമ്പ്യൂട്ട് ദ ലെങ്ത് ഓഫ് ദ അതർ 2 സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ PQR? ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് നമുക്കിവിടെ ഒരു ചെറിയ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ഈ വശം മിസ്സിംഗ് ആണ്, ഈ വശം മിസ്സിംഗ് ആണ്. ഒരു വശം നമുക്ക് തന്നിട്ടുണ്ട്. വലിയൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാ വശങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംഗിൾ P ഈക്വൽ ടു ആംഗിൾ C ഉണ്ടോ? ഇവിടെ തന്നേക്കണം. അത് ആംഗിൾ Q ഈസ് ഈക്വൽ ടു ആംഗിൾ A. Q അവിടെ, Q, ദിസ് ഈസ് Q. ഓക്കെ, ആംഗിൾ Q എന്ന് പറയുന്നത് ആംഗിൾ Aന് ഈക്വൽ ആണ്. ഓക്കെ, ക്ലിയർ? യെസ്. ആംഗിൾ R ഈസ് ഈക്വൽ ടു ആംഗിൾ B. ആംഗിൾ R എന്ന് പറയുന്നത്
എന്തിന് ഈക്വലാണ്? ആംഗിൾ ബിന് ഈക്വലാണ്. ഇത് നമുക്ക് തന്ന കാര്യമാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഈ മിസ്സായ രണ്ട് വശങ്ങൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈക്വലായ ആംഗിൾക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഒരു പേര് കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിന് നമുക്ക് എക്സ് ഡിഗ്രി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ രണ്ട് വരച്ചാൽ ഇവിടെയാണ്, അപ്പോൾ ഇത് എക്സ് ഡിഗ്രി. ക്ലിയർ? ഇതിന് നമ്മൾ ഒരു വൈ ഡിഗ്രി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ 3 വരച്ചാൽ ഇവിടെ വരച്ചിരിക്കുന്നത് വൈ ഡിഗ്രി. ക്ലിയർ? ഇതിന് ഇസെഡ് ഡിഗ്രി എന്ന് കൊടുത്തു, അപ്പോൾ ഇതെന്തായിരിക്കും? ഇസെഡ് ഡിഗ്രി. അതായത് ഒരേ ആംഗിൾസ് തിരിച്ചറിയാൻ വേണ്ടി സാർ ഓരോ പേരുകൾ കൊടുത്തു. ഇതിന് എക്സ് എന്ന് കൊടുത്തു, അതേ ആംഗിൾസ് ഇവിടെയാണ് വരുന്നത് എക്സ്. ഓക്കെ, ഇതിന് വൈ എന്ന് കൊടുത്തു, അതേ ആംഗിൾസ് ഇവിടെയാണ് വരുന്നത്, ഇത് വൈ. ഓക്കെ, ഇതിന് ഇസെഡ് എന്ന് കൊടുത്തു, അതേ ആംഗിൾസ് ഇവിടെയാണ് വരുന്നത്, ഇത് ഇസെഡ്. ക്ലിയർ? യെസ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ കൊടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ ഫസ്റ്റ് ലെറ്റ്സ് മാർക്ക് ദ ഈക്വൽ ആംഗിൾസ് ടേക്കിംഗ് ദ മെഷേഴ്സ് ഓഫ് എക്സ് ഡിഗ്രി, വൈ ഡിഗ്രി ആൻഡ് ഇസെഡ് ഡിഗ്രി. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ വായിച്ച് നോക്കണം. പിയും സിയും ആണ് ഈക്വൽ. അപ്പോൾ പിക്ക് ഒരു വര വരയ്ക്കുക, സിക്ക് ഒരു വര വരയ്ക്കുക. അതിന് രണ്ടും ഒരേ പേരായിരിക്കാൻ കൊടുക്കേണ്ടത്. നിങ്ങൾ എക്സ് എന്നോ ഇസെഡ് ഇഷ്ടമുള്ളത് കൊടുത്തു, പക്ഷേ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അതേ പേര് തന്നെ വേറെ സ്ഥലത്ത് കൊടുക്കരുത്. അത്രേ ഉള്ളൂ. അടുത്തത് ആംഗിൾ ക്യൂവും എയും ആണ് ഈക്വൽ, ഇതുമാണ് ഈക്വൽ. അടുത്തത് ആംഗിൾ ആർ ആംഗിൾ ബിക്ക് ഈക്വലാണ്. ആംഗിൾ ആർ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതിന് ഈക്വലാണ്, ബിക്ക് ഈക്വലാണ്. ക്ലിയർ? യെസ്. അപ്പോൾ അതൊക്കെ മാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈക്വൽ ആംഗിൾ, ഇത് എക്സ് ആണല്ലോ, അപ്പോൾ ആ ആംഗിൾ എഴുതി എക്സ് എഴുതി. അടുത്തത് വൈ, അപ്പോൾ അത് എഴുതി വൈ എഴുതി. അടുത്തത് ഇസെഡ് എഴുതി. ക്ലിയർ ആണല്ലോ? യെസ്. എന്നിട്ട് ഇവിടെ എക്സിന് നേരെ കിടക്കുന്ന വശം അത് 4 സെൻറ്റിമീറ്റർ ആണ്, അപ്പോൾ അത് എഴുതി. ക്ലിയർ? ഓക്കെ. ദെൻ വൈക്ക് നേരെ കിടക്കുന്ന വശം അത് 6 സെൻറ്റിമീറ്റർ, അതിവിടെ എഴുതി. അടുത്തത് ഇസെഡിന് നേരെ കിടക്കുന്ന വശം അത് 8 സെൻറ്റിമീറ്റർ, അതിവിടെ എഴുതി. ഇതേപോലെ തന്നെ ഇപ്പുറത്തും എഴുതണം. എക്സിന് നേരെയുള്ള വശം അത് നമുക്ക് അറിയില്ല, അപ്പോൾ അതിൻ്റെ പേര് എഴുതിക്കോ, പി ആർ. അതുപോലെ തന്നെ വൈക്ക് നേരെയുള്ള വശം അത് നമുക്ക് അറിയാം, അപ്പോൾ 3. ക്ലിയർ? അതുപോലെ തന്നെ ഇസെഡിന് നേരെയുള്ള വശം അത് നമുക്കറിയില്ല, അപ്പോൾ എന്ത് എഴുതുക? ആർ ക്യൂ. ക്ലിയർ ആണോ? യെസ്. അപ്പോൾ ഇങ്ങനെ നമ്മളൊന്ന് എഴുതി വെക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. ക്ലിയർ? എങ്ങനെയാണ്? ഇപ്പോൾ സാറി പറഞ്ഞതുപോലെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ നോക്കുക, എക്സ് ഡിഗ്രി, അതിന് നേരെ എന്താണ്? 4 സെൻറ്റിമീറ്റർ. അതിൻ്റെ പേരെന്താണ്? ബി സി. കണ്ടോ? അതാണ് സാർ ഇവിടെ എഴുതിയിരിക്കുന്നത്. എക്സ് ഡിഗ്രി, അതിന് നേരെ 4 സെൻറ്റിമീറ്റർ. എക്സിന് നേരെ 4 സെൻറ്റിമീറ്റർ. എവിടെ? ലാർജ് ട്രയാങ്കിളിൽ. ഇതേപോലെ എക്സ് ഡിഗ്രിക്ക് നേരെ സ്മോളർ ട്രയാങ്കിൾ ഉണ്ട്, അതിന് നേരെയുള്ള വശം നമുക്ക് അറിയില്ല, അതിൻ്റെ പേര് പി ആർ. ഓക്കെ. സിമിലർലി അടുത്ത ആംഗിൾ എടുക്കുക, വൈക്ക് നേരെ എത്രയാണ്? 6 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇവിടെ വൈക്ക് നേരെ എത്രയാണ്? 3 സെൻറ്റിമീറ്റർ. ക്ലിയർ? യെസ്. അടുത്തത് ഇസെഡിന് നേരെ ഇവിടെ 8 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇവിടെ ഇസെഡ് നേരെ നമുക്കറിയില്ല, അതിൻ്റെ പേര് ക്യൂ ആർ. ഇനി വളരെ ഈസിയാണ്, നോക്കുക. ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും രണ്ടുപേരുടെയും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 6നെ ഈ 3 വെച്ച് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. 6/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ ഇവിടെ സ്കെയിൽ ഫാക്ടർ 2 ആണ്. അതായത് ഇവിടെയുള്ള ആളെ ഈ 2 വെച്ച് ഗുണിച്ചതാണ് 6 എന്ന് പറയുന്നത്. ഇനി നമുക്ക് തിരിച്ച് ചെയ്ത് നോക്കാം. 3നെ 6 വെച്ച് ഡിവൈഡ് ചെയ്യുക. 3/6. അപ്പോൾ എന്ത് കിട്ടി? ഹാഫ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെയുള്ള ആളെന്ന് പറയുന്നത് 6ന്റെ പകുതിയാണ്. കിട്ടിയല്ലോ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ഇതിനെ ഇത് വെച്ച് ഹരിക്കാം. അപ്പോൾ 3/6 ഹാഫ്. ദാറ്റ് മീൻസ് ഈ 6നെ നമ്മൾ ഹാഫ് കൊണ്ട് ഗുണിക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 3 കിട്ടുന്നത്. ക്ലിയർ ആണോ? 6ന്റെ പകുതിയാണ് 3. അപ്പോൾ ഇവിടെ എന്താ? 4ന്റെ പകുതി 2, 8ന്റെ പകുതി 4. വളരെ ഈസി. കണ്ടോ? അപ്പോൾ പി ആർ എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്ററും ക്യു ആർ എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്ററും ആയിരിക്കും. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ നേരെയും എഴുതാം. മനസ്സിലായി? ആംഗിൾ എഴുതിയിട്ട് നിങ്ങൾക്ക് നേരെ എഴുതാം. എക്സ് ഡിഗ്രി, വൈ ഡിഗ്രി, അതുപോലെ ഇസെഡ് ഡിഗ്രി എന്ന് എഴുതാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ആ വശങ്ങൾ എഴുതാം. 4, 6, 8. നമുക്ക് മിസ്സായ വശങ്ങൾ ആ പേര് എഴുതാം. പി ആർ 3 സെൻറ്റിമീറ്റർ, പിന്നെന്താണ്? ക്യു ആർ. ഇങ്ങനെ എഴുതിയിട്ട് ഈ 6ന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് 2 കിട്ടും. അപ്പോൾ 8നെ നമ്മൾ ക്യു ആറിനോട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 2 കിട്ടണം. മനസ്സിലായോ? അപ്പോൾ ക്യു ആർ എന്തായിരിക്കും? ഈ 2 ഇപ്പുറത്തേക്ക് എടുക്കുക, ക്യു ആർ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. ദാറ്റ് ഈസ് 8/2 4. അതുപോലെ 4നെ നമ്മൾ പി ആർ കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 2 കിട്ടണം. അപ്പോൾ പി ആർ എന്തായിരിക്കും? പി ആർ അങ്ങനെ എടുക്കുക, 2 താഴേക്ക് എടുക്കുക. അപ്പോൾ എന്താണ്? 4/2 2. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ചെയ്യാം. ക്ലിയർ ആണോ? അപ്പോൾ എ സിനെ നമ്മൾ പിക്ക് വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 2 കിട്ടും, തിരിച്ചാണെങ്കിൽ ഹാഫ് കിട്ടും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെയുള്ള എല്ലാവരെയും ഹാഫ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? ഗുണിക്കാം. മനസ്സിലായോ? ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം 6ന്റെ പകുതിയാണ് 3 എന്ന് പറയുന്നത്. സോ വി സീ ദാറ്റ് ഫോർ ദ സൈഡ്സ് ഓപ്പോസിറ്റ് ദ വൈ ഡിഗ്രി ആംഗിൾ ദ ഷോർട്ടർ സൈഡ് ഈസ് ഹാഫ് ഓഫ് ദ ലോങ്ങർ. ഈ വലുതിന്റെ പകുതിയാണ് എന്ത്? ചെറുതെന്ന് പറയുന്നത്.
സോ ദ സൈഡ് ഓപ്പോസിറ്റ് അതർ ആംഗിൾസ് മസ്റ്റ് ബി സ്കെയിൽഡ് ബൈ ദ സെയിം ഫാക്ടർ. അപ്പോൾ ആ ഒരു സെയിം ഫാക്ടർ ഉപയോഗിച്ചിട്ട് തന്നെയായിരിക്കും ബാക്കിയുള്ളവർ. അപ്പോൾ 6ന്റെ പകുതിയാണ് 3 എങ്കിൽ 4ന്റെ പകുതി 2 ആയിരിക്കും ഇവിടെ ആൻസർ, 8ന്റെ പകുതി 4 ആയിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേറൊരു രീതിയിലും എഴുതാം. ഷോർട്ടസ്റ്റ്, മീഡിയം, ലോങ്ങസ്റ്റ് ഇങ്ങനെ എഴുതിയിട്ട് ഫസ്റ്റ് ട്രയാങ്കിളിന്റെ പേര് എഴുതാം ABC, സെക്കൻഡ് ട്രയാങ്കിളിന്റെ പേര് എഴുതാം PQR, ദെൻ ഷോർട്ടസ്റ്റ് സൈഡ് ഇവിടെ ഏതാണ് 4 സെന്റിമീറ്റർ, പിന്നെ കുറച്ചുകൂടി വലുത് 6, പിന്നെ 8, അങ്ങനെ ഒരു ഓർഡറിൽ എഴുതിയിട്ട് താഴെയും എഴുതിയിട്ട് ഇപ്പോൾ സാർ ചെയ്തല്ലോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. വേണമെങ്കിൽ ഷോർട്ടസ്റ്റ്, മീഡിയം, ലോങ്സ്റ്റ് ഇങ്ങനെ എഴുതിയിട്ടും ഇത് നമുക്ക് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ എഴുതി കണ്ടുപിടിക്കുകയാണെങ്കിൽ ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ ഏറ്റവും ചെറുത് ആദ്യം എഴുതുന്നു, പിന്നെ അതിനേക്കാൾ വലുത്, പിന്നെ അതിനേക്കാൾ വലുത്, വശങ്ങൾ സൈഡുകൾ എഴുതുന്നു, ദെൻ അടുത്ത ട്രയാങ്കിൾ അതുപോലെ സൈഡുകൾ എഴുതുന്നു, ദെൻ ഇതിനെ ഇത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്കെയിൽ ഫാക്ടർ കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഈ 4നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കൊരു 2 എന്നും 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കൊരു 4 കിട്ടും. വളരെ ഈസി. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ട്രയാങ്കിളിൻ്റെ എല്ലാ വശവും നിങ്ങൾ എഴുതുക, അത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ് താഴെ വീഡിയോൻ്റെ താഴെ രേഖപ്പെടുത്തുക. ടീച്ചേഴ്സ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഈ വീഡിയോൻ്റെ താഴെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് കുട്ടികളെ നിങ്ങളുടേതായ രീതിയിൽ ഈ ഒരു അനിമേഷൻ അല്ലെങ്കിൽ ഈ ഒരു സ്ലൈഡ് ഉപയോഗിച്ച് പഠിപ്പിക്കാവുന്നതാണ്. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു നല്ലൊരു കമൻറ്റും നിങ്ങൾ ഷെയറും ഒക്കെ നിങ്ങൾ ചെയ്യണം. അത് ഇതിൻ്റെ വീഡിയോന് താഴെ ചെയ്യുക. ഓക്കെ, ഈ കുട്ടികൾക്കാണെങ്കിലും ഈ പവർ പോയിന്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു സ്റ്റെപ്പായിട്ട് കണ്ട് പഠിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.